Hello guys, welcome to our YouTube channel. So today we are going to have മലയാളത്തിൽ പറയാല്ലേ? എനിക്ക് മനസ്സിലായില്ലേ മലയാളത്തിൽ പറഞ്ഞ? No. Why? Okay. അപ്പോൾ നമ്മൾ ഇന്നൊരു ചെറിയൊരു ഡേറ്റ് ആണ് we have planned. I have few canvas here, few poster colors here. For you, I'm telling for you. Yeah. Okay. So the thing is very simple. ഞാനൊരു ഇൻസ്പോ കാണിക്കും. ആ ഇൻസ്പോയിലുള്ള പിക്ചർ വി ഹാവ് ടു റീക്രിയേറ്റ് ഇൻ ദിസ് ക്യാൻവാസ്. സോ വി ഗോട്ട് ദിസ് ക്യാൻവാസ് ഫ്രം ആമസോൺ ഫോർ 180 rupees സംതിങ് ലൈക്ക് ദാറ്റ്. അത് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുക, ആവശ്യമുള്ളവർ ചെക്കൗട്ട് ചെയ്തോ. ആൻഡ് ഓൾ ദ മെറ്റീരിയൽസ് ആൻഡ് എവറിഥിങ് ഇസ് റെഡി. സോ ആർ യു റെഡി? Yes. So it's more like a challenge, okay? Whatever picture I'm showing you, we both will be recreating that. And we'll see whose is better. So you just wanted to win, right? No, even I don't know to paint. It's just, it's a new adventure for me as well. All right? Okay. Okay, let's go. ഇതെല്ലാം ഞങ്ങളുടെ പണിസാധനങ്ങളാണ് ഗൈസ്. അപ്പോൾ കളർ മിക്സ് ചെയ്യാനായിട്ട് വേറെ ഒന്നും കിട്ടില്ല, അതുകൊണ്ട് ചായയുടെ കപ്പൻ സോസറിൻ്റെ സോസറാണ് നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് ഇവിടെ. കാര്യം നമ്മൾ ഈ പരിപാടി ഇൻസ്റ്റാഗ്രാമിലും പിൻട്രസ്റ്റിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ചുമ്മാ കണ്ടിങ്ങനെ മനം കൊള്ളിടത്ത് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കളയാന്നല്ലാണ്ട് പ്രാവർത്തികമാക്കാനായിട്ടൊന്നും ഒരിക്കലും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു പുതുവർഷമൊക്കെ ആരംഭിക്കുമ്പോൾ നമുക്ക് കുറേ ന്യൂ ഇയർ റെസൊല്യൂഷനും കുറേ പ്രഹസനങ്ങളും ഉണ്ടാവുമല്ലോ. അതിൽ തുടക്കത്തിലൊരു പ്രഹസനമാണ് ഈ ഒരു ക്യാൻവാസ് പെയിൻറ്റിങ്. ഇത് ജസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്യാനായിട്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ട, അവനെയും കൂടെ കൂട്ടിയൊന്ന് ചെയ്യാമെന്ന് കരുതിയിട്ട് ചെയ്തതാണ്. പക്ഷെ വേണ്ടായിരുന്നു എന്ന് പിന്നെ തോന്നുന്നു. ചുമ്മാ പറഞ്ഞ കേട്ടോ, അവൻ്റെ മാക്സിമം ട്രൈ ചെയ്തിട്ട് അവൻ ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ഇൻസ്പോൻ്റെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതെന്റെ ബേബിയുടെ കാണിക്ക്. Zoom it in. It have Phoenix bird there. It have modern art. Oh. Only people with artistic eyes can see that. Okay. അപ്പം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഒരു ഇൻസ്പോ കാണിക്കുമ്പോൾ അതിനുശേഷം നമ്മൾ അത് തന്നെ റീക്രിയേറ്റ് ചെയ്യണമെന്ന്. കുറച്ചങ്ങ് കഴിഞ്ഞപ്പോൾ ഒരു ആദ്യത്തെ ഒരു പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ആ ഇൻസ്പോൻ്റെ ഐഡിയ ഒക്കെ പോയിട്ടോ. പിന്നെ ആശാൻ ഇഷ്ടമുള്ള പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. പണ്ടൊക്കെ നമ്മളടുത്ത് പടം വരയ്ക്കാനായിട്ട് ടീച്ചർ പറഞ്ഞാൽ നമ്മളെല്ലാവരും വരയ്ക്കുന്ന ഒരു പടമില്ലേ, ഒരു മല, ഒരു വീട്, ഒരു ലേക്ക്, അതിലേക്ക് തന്നെ അജിൻ പോയിട്ടോ പടം വരയ്ക്കാനായിട്ട്. പക്ഷെ ഞാൻ പിൻട്രസ്റ്റ് ഒക്കെ നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പിക്ചേഴ്സും അതിനി പുതിയതായിട്ട് എങ്ങനെ വരയ്ക്കാം, അത് ഇത്തിരി കറക്റ്റായിട്ട് കിട്ടാൻ എന്ത് ചെയ്യാം എന്നൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഇൻസ്പോ. വരച്ചു വന്നപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്, പറയും, ഭംഗിയുണ്ടോ? എനിക്ക് ഇഷ്ടമായി. പിന്നെ അജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവൻ്റെ ഇൻസ്പോയും അവൻ വരച്ചതാണ്, അത് നോക്കിയിട്ട് വരച്ച വേറൊരു പിക്ചറും അവൻ വരച്ചതാണ്. അപ്പോൾ കോൺസെപ്റ്റ് എങ്ങനെയാട്ടോ വരുന്നത്? ഒരേ പടം, ഒരേ സീനറിയാണ് രണ്ടും, പക്ഷെ ഒന്ന് രാവിലെയും ഒന്ന് രാത്രിയുമാണ്. ആ ഒരൊറ്റ ആക്ടിവിറ്റിക്ക് ശേഷം ഞങ്ങൾ പിക്കാസോനെ കടത്തി വെട്ടുന്ന വലിയ പെയിൻറ്റേഴ്സായി. പിന്നെ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇതായിട്ടോ കോലം. ഇനി ഈ ടേബിളൊക്കെ വൃത്തിയാക്കി എടുക്കാനായിട്ട് ഒരു പണി വേണ്ടി വരും. പക്ഷെ ഇതായിട്ടോ ഞങ്ങൾ ചെയ്ത മൊത്തം പെയിൻറ്റിങ്സും അത് ഉണങ്ങാൻ വേണ്ടി വെച്ചിരിക്കുക. പെട്ടെന്ന് ഉണങ്ങും, പക്ഷെ എന്നാലും ഒന്നും കൂടെ നന്നായി ഉണങ്ങട്ടെ എന്ന് കരുതി അവിടെ വെച്ചിരിക്കുകയാണ്. അങ്ങനെ രാത്രി 12 മണി വരെയൊക്കെ ഇരുന്ന് പെയിൻ്റ് അടിച്ചുകൊണ്ട് എനിക്ക് അജിനൊരു ചായയൊക്കെ ഇട്ട് തന്നു. ലാസ്റ്റ് ആയിട്ടുള്ളത് ഇതാ ആ മുകളിലിരിക്കുന്ന 3 എണ്ണം കണ്ടില്ലേ, അത് അജിൻ ചെയ്തത്. താഴെയുള്ള 5 എണ്ണം ഞാൻ ചെയ്തതാ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയണേ. ടാറ്റാ.